മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയും കണ്ണനും കൂടിയാണെങ്കിൽ അനന്തുവിൻ്റെ വീട്ടിലോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ നടന്നു വരുന്ന കണ്ണനെ കണ്ടിട്ട് ലേഖയാണെങ്കിൽ വളരെ സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനെ ലേഖ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ലേഖ പറയുന്നുണ്ട്, മഹാലക്ഷ്മിയെ കിട്ടിയത് കൊണ്ടാണ് കണ്ണേട്ടന് ഇത്ര പെട്ടെന്ന് തന്നെ നടക്കാനുള്ള ഭാഗ്യം ഉണ്ടായതെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ വളരെ സന്തോഷത്തോടു കൂടി ലേഖയുടെ വീട്ടിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയും പ്രതാപനെയുമാണ് കാണിക്കുന്നത്. പ്രതാപൻ പറയുന്നുണ്ട്, അമ്മേ എനിക്ക് ആകെ ഒരു ആശ്വാസമുള്ളത് അവൻ്റെ കാലുകൾക്കൊരു സ്വാധീനം കിട്ടിയിട്ടില്ലല്ലോ, അത് കാണുമ്പോഴാണ് എനിക്ക് വളരെ സന്തോഷമാകുന്നത്. എന്താണെങ്കിലും അവളുടെ ജീവിതത്തിലൊരു നല്ല ജീവിതം ഉണ്ടാകില്ല, അവൻ എപ്പോഴും ഈ വീൽ ചെയറിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവൾക്ക് വല്ലാത്തൊരു ആയുസാണ്. അവളെ എന്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവൾക്കൊന്നും ഏൽക്കുന്നില്ലല്ലോ. ആ മാർക്കോ ആണല്ലോ ഇതിൽ നിന്നെല്ലാം ഇവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതെന്നെല്ലാം പറയുന്നുണ്ട് മുത്തശ്ശിയോട്. അതേസമയം പ്രതാപനെ മാർക്കോ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിൻ്റെ പിറകിൽ നീയാണെന്നുള്ള കാര്യമല്ല ഞാൻ അറിഞ്ഞു. ഞാൻ ആ ഗുണ്ടകളെ പോയി കണ്ടായിരുന്നു. അപ്പോൾ നീയാണ് മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടു പോകാൻ കൊട്ടേഷൻ കൊടുത്തതെന്നെല്ലാം ഞാൻ അറിഞ്ഞല്ലോ എന്നെല്ലാം പറയുന്നുണ്ട് മാർക്കോ. ഇനി അവരുടെ പിറകെയുള്ള ഈ നടത്തം നിർത്തിയില്ലെങ്കിൽ നിന്നെ ഞാൻ ജീവിതകാലം മുഴുവൻ വീൽ ചെയറിലിരുത്തും, അത് ഓർമ്മ വേണം. ഒരാളെ ഞാനിപ്പോൾ വീൽ ചെയറിലിരുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ നിന്നെയും ഇരുത്തുമെന്നല്ല മാർക്കോ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്. അത് കേട്ട് പേടിക്കുന്നുണ്ട് പ്രതാപൻ. അവരെ വേട്ടയാടിയുള്ള നിൻ്റെ ഈ ജീവിതമുണ്ടല്ലേ, ഇതോടുകൂടി നീ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നിൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുമെന്നെല്ലാം മാർക്കോ പറയുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മിയും ലേഖയുമാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ സന്തോഷത്തോടു കൂടി തന്നെ കഞ്ഞിയെല്ലാം വിളമ്പുന്നുണ്ട് അനന്തുവിനും കണ്ണനും. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവരുടെ നല്ല നിമിഷങ്ങൾ പങ്കിടുകയാണ്. അങ്ങനെ അവരുടെ ഭാവി പരിപാടികളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് കണ്ണനും അനന്തവും. അങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ട്രിപ്പ് പോകണം, നിൻ്റെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് അങ്ങനെയെല്ലാം ഒന്ന് ചെയ്യണം കണ്ണ എന്നൊക്കെ അനന്ത് പറയുന്നുണ്ട്. പിന്നീട് മാർക്കോയുടെ ഫോൺ വരുമ്പോഴേക്കും മഹാലക്ഷ്മി ആണെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാർക്കോ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചത് ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്. മഹാലക്ഷ്മി തട്ടിക്കൊണ്ടുപോയത് മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛൻ തന്നെയാണെന്നൊക്കെ മാർക്കോ പറയുന്നത് കേൾക്കുമ്പോഴേക്കും മഹാലക്ഷ്മി ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. അങ്ങനെ മാർക്കോ പറയുന്നുണ്ട്, ഞാൻ അവർക്ക് കണക്കിന് കൊടുത്തിട്ടാണ് വന്നത്, അതുകൊണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ ഇനി അമ്മയുടെ അടുത്ത് പോയി ഭക്ഷണം കഴിക്കുന്നത് പോലും ശ്രദ്ധിച്ച് വേണം. കാരണം അമ്മ നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നാലും അവിടെ വിഷം ചേർക്കാനാണെങ്കിൽ ആളുകൾ വേറെയുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാം കൊണ്ടും മഹാലക്ഷ്മി സൂക്ഷിക്കണമെന്നെല്ലാം പറയുന്നുണ്ട് മാർക്കോ. പിന്നീട് എല്ലാവരോടുമായിട്ടും മഹാലക്ഷ്മി പറയുന്നുണ്ട്, കരുണയുടെ അച്ഛനാണ് എന്നെ തട്ടിക്കൊണ്ടു പോകാൻ കൊട്ടേഷൻ കൊടുത്തത് എന്ന് മാർക്കോ ആണ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞത്. എനിക്ക് അയാളെ നാളെ നേരിട്ട് കാണണം, എനിക്ക് അയാളോട് 4 വർത്തമാനം പറയണമെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ ആകെ വിഷമത്തോടുകൂടി തന്നെയാണ് മഹീനെ നോക്കുന്നത്. അങ്ങനെ അനന്തു ലേഖയും മഹിയോട് പറയുന്നുണ്ട്, ഇനി അങ്ങോട്ടൊന്നും പോകണ്ട മഹി, അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്താണെങ്കിലും എനിക്ക് പോയാൽ മതിയാവുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ മഹാലക്ഷ്മി ആണെങ്കിൽ കരുണാലയത്തിൽ എത്തുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി വരുന്നത് കണ്ട് പ്രതാപനും മുത്തശ്ശിയും വന്ന ആകെ ഞെട്ടുന്നുണ്ട്. അവളല്ലടാ വരുന്നത്, അവളുടെ വരവിൽ ചെറിയൊരു പന്തികേടുണ്ടല്ലോ എന്നെല്ലാം മഹാലക്ഷ്മിയെ കണ്ട് മുത്തശ്ശിയും പ്രതാപനും പറയുന്നുണ്ട്. അങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ മഹാലക്ഷ്മി ആണെങ്കിൽ വീട്ടിലോട്ട് കയറി വരുന്നുണ്ട്. അത് കണ്ട് പ്രതാപനാണെങ്കിൽ പെട്ടെന്ന് ചെറിയതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപനോടായിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്ക് വന്ന ആപത്തിന് പിറകിൽ നിങ്ങളാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടാണ് വന്നത്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തും എൻ്റെ മുന്നിൽ സത്യമൊന്നും ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ട എന്നെല്ലാം മഹാലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട്, നീ എന്താടി ഈ പറയുന്നത്, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ഉരുണ്ട് കളിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ ക്രൂരതകളും നിങ്ങളുടെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ ഞാനിപ്പോൾ പറഞ്ഞു തരാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ പ്രതാപനെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് കേട്ട് ഒന്ന് പേടിക്കുന്നുണ്ട് പ്രതാപൻ. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവിന് നടക്കാൻ കഴിയില്ലാതെ വന്നതിന് നീ ഞങ്ങളുടെ മേലെ ചാടിക്കടിച്ചുകൊണ്ട് ഒന്നും ആയില്ല, നീ നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പോയി വിരിക്കടിയെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് മഹാലക്ഷ്മിയെ നോക്കുന്നുണ്ട്. ഇത് കണ്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അതെ അവളുടെ ഭർത്താവ് നടക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മോൻ്റെ നേരെയാണ് അവൾ ചാടിക്കടിച്ച് വരുന്നത്, അതിന് നീ പോയി വല്ല പണി നോക്കടിയെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നീട് കരുണയാണ് കാണിക്കുന്നത്. അങ്ങനെ കരുണയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ അടുത്ത് ചാടി കയറുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ അച്ഛനെയും മുത്തശ്ശിയെയും പോയി ഭീഷണിപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ, നിനക്ക് എന്തിൻ്റെ കാര്യമടി അവരെ പോയി ഭീഷണിപ്പെടുത്താമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്.
അതേടി നിൻ്റെ അച്ഛനോടെല്ലാം ചോദിക്കേണ്ട പോലെ ചോദിച്ചാലേ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുള്ളൂ. ഞാൻ നിൻ്റെ അച്ഛനെയും മുത്തശ്ശിയും ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം സത്യമാണ്. നീ അറിയാതെ നിൻ്റെ വീട്ടിൽ നിൻ്റെ ഒരു കാര്യവും നടക്കില്ല എന്ന് ഞങ്ങൾക്കറിയാമെന്നെല്ലാം പറയുന്നുണ്ട്. എന്നെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ പിറകിൽ നിൻ്റെ അച്ഛനാണെന്നുള്ള കാര്യം നിനക്കറിയാം. ഇതൊന്നും അറിയാതെ നീ പഞ്ചപാവത്തിനെ പോലെ ഒന്നും അറിയാത്ത പോലെ ഇവിടെ നിൽക്കുകയാണെന്നും എല്ലാം മഹാലക്ഷ്മി കണ്ണനും പറയുന്നുണ്ട്. ഇതൊന്നും വേറെ ആർക്കും അറിയില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് നിൻ്റെ അഭ്യാസമൊന്നും ഇറക്കണ്ടായെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി കണ്ണനും കരുണയോട് പറയേണ്ട പോലെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ദുർഗയ്ക്കും ഉണ്ണിക്കുമാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുകയാണ്. ഇവർ പറയുന്നത് കേട്ട് ആകെ സ്തംഭിച്ച് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന ദുർഗയെയും കരുണയെയും ഉണ്ണിയെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.